എല്ലാവർക്കും എൻ്റെ അടുത്ത വ്ലോഗിലേക്ക് പിന്നെയും സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു 2 ആഴ്ചയ്ക്ക് മേളിലായി. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. നമ്മുടെ ഇവിടെ അടുത്ത് കുറച്ചധികം മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. രണ്ടിടത്ത് ഞാൻ ഓൾറെഡി പോയി, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഇത് മൂന്നാമത്തൊരു റെസ്റ്റോറൻ്റ് ആണ്. എൻ്റെ ഹസ്ബൻഡ് പണ്ടെപ്പോഴോ പോയതാണ്. അപ്പോൾ പുള്ളിക്കാരനും ലൊക്കേഷനൊന്നും പ്രോപ്പറായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ഒരു ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ അധികം കല്യാണങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വാലൻറ്റൈൻസ് ഡേ അന്നെന്ന് തോന്നുന്നു നമ്മൾ പോയത്. അങ്ങനെ അവിടുത്തെ ഓഡിറ്റോറിയവും ഡെക്കറേഷനും പരിപാടിയൊക്കെയാണ് കേട്ടോ ഇടയ്ക്ക് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മളിതേ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നേ. സാധാരണ ഞായറാഴ്ച തിരക്ക് വരേണ്ടതാണ്. പിന്നെ തിരക്ക് വരുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോയിടത്ത് വെച്ച് ഈ ഒരു റെസ്റ്റോറൻറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പോയ 2 റെസ്റ്റോറൻറ്റിലും ഡൈനിങ് സ്പേസ് ഭയങ്കര കുറവായിരുന്നു. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കാര്യത്തിൽ നമ്മൾ മെനു ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മുടെ ഫൈനൽ ഓപ്ഷൻ ബിരിയാണി തന്നെയാണ്. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് വന്നത് നമുക്ക് ബിരിയാണി മതിയെന്ന്. അങ്ങനെ നമ്മളിതേ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ആ ടേബിളിൽ അവർ ഗ്ലാസ് വെച്ചിരിക്കുന്നത് ചെമ്പിൻ്റെ ഗ്ലാസ്സാണ്. പിന്നെ ഉപ്പും അച്ചാറും നാരങ്ങാച്ചാറായിരുന്നേ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളിത് ഓർഡർ ചെയ്ത മലബാർ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണി പിന്നെ ഒരു ക്വാർട്ടർ ഷവായാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഷവായുടെ കൂടെയുള്ള റൊട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ നമ്മൾ പിന്നെ മക്കം കഴിക്കുമല്ലോ. അപ്പോൾ ബിരിയാണി കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെക്കാട്ടി ഹാപ്പി ആയത് നയനുമാണ് കേട്ടോ. ആൾക്ക് ബിരിയാണിയുടെ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ അങ്ങനെ കഴിക്കത്തില്ലെങ്കിലും റൈസ് അത്യാവശ്യം കഴിക്കും. പക്ഷേ എന്തോ അന്ന് ആൾ കഴിച്ചില്ല. ഈ പുറത്തോട്ട് വന്ന എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി കഴിച്ചില്ല. പിന്നെ എന്തായാലും അതേ ഞങ്ങൾ കഴിക്കട്ടെ. ഇപ്പോൾ കഴിക്കുന്നതിന് മുമ്പേ എന്തായാലും നിങ്ങളും കൂടി ഒരു കഴിച്ചു. അപ്പം ഞാൻ ആ മയോണൈസും കൂടെ കുറച്ച് എടുത്തിട്ട് റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ പോയ 2 റെസ്റ്റോറൻറ്റിനെക്കാട്ടിലും എനിക്ക് ഇവിടുത്തെയാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഷവായ ആണെങ്കിലും ചിക്കൻ ഭയങ്കര സോഫ്റ്റായിരുന്നേ. സോഫ്റ്റുമാണ്, ജ്യൂസിയാണ്. പിന്നെ സാലഡിന് കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയി. അത് പ്രശ്നമുള്ള കാര്യമില്ല ഗൈസ്. അങ്ങനെ നമ്മളിത് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറ് മനസ്സ് ഒരേപോലെ നിറച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ തൊട്ടപ്പുറത്തോട്ട് മാറി ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നേ. പിന്നെ അവിടെ പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ നേരെ കോട്ടേഴ്സിലോട്ട് പോയി. അപ്പോൾ പോയ വഴിക്ക് നല്ല വെയിലുണ്ടായിരുന്നു. തണുപ്പുമുണ്ട് വെയിലുമുണ്ട്. എന്നാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഫുഡ് അടിച്ചതിൻ്റെ ഹാങ് ഓവർ ഇങ്ങനെ താടിക്ക് കൈയൊക്കെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ പോയ വഴിക്ക് നല്ല ഫ്രഷ് കരിമ്പൊക്കെ കണ്ടപ്പോൾ അതും കൂടി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് നല്ല ഫ്രഷ് പുതിനയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ കൂടി